കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നേപ്പാളിലെ വെള്ളപ്പൊക്കത്തിൽ 300ഓളം ഇന്ത്യക്കാർ കുടുങ്ങിയവരിൽ തൃശൂർ സ്വദേശികളും. നാലോട നാളിൽ തൃശൂരിൽ അരങ്ങേറുന്ന പുലിക്കളിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പുലിമടകളിൽ പുലിച്ചമയ പ്രദർശനമൊരുക്കി. പുലിക്കളി സംഘങ്ങൾക്കുള്ള കോർപ്പറേഷന്റെ ധനസഹായം വർദ്ധിപ്പിച്ചതായി മേയർ. രണ്ടോണ ദിനത്തിൽ തൃശൂർ നഗരത്തിൽ കുമ്മാട്ടികളിറങ്ങി. നായക്കനാലിലും അയ്യന്തോളിലും നടന്ന കുമ്മാട്ടി ഘോഷയാത്ര ആവേശമായി. പുതുക്കാട് ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. പാഴായി സ്വദേശി നന്ദേഷിന്റെ കാറാണ് കത്തിനശിച്ചത്. മുല്ലശ്ശേരിയിൽ വീടിന്റെ അടുക്കളയ്ക്ക് തീപിടിച്ചു. ഗുരുവായൂർ നഗരത്തിലെ സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ടുകൾക്കെതിരെ പരാതിയുമായി മുൻ നഗരസഭാ കൌൺസിലർ രംഗത്ത്. നഗരസഭ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ചില സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ പ്രവർത്തിക്കുന്നതെന്ന് ആരോപണം. കണ്ടശങ്കടവ് ജലോത്സവം ആവേശമായി. 2 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 19 വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വിശദാംശങ്ങളിലേക്ക്. നേപ്പാളിലെ ഭൂട്ടേഗുസി നദിയിലുണ്ടായ അപ്രതീക്ഷിത വെള്ളപ്പൊക്കം ആശങ്ക ഉയർത്തുന്നു. 300ഓളം ഇന്ത്യക്കാർ നേപ്പാളിൽ കുടുങ്ങി. ഇതിൽ 53 പേർ മലയാളികളാണ്. ഇതിൽ 3 പേർ തൃശൂർ സ്വദേശികളാണ്. വേലൂർ സ്വദേശിയും ബ്ലോഗറുമായ ആൽബിൻ തോമസ്, വേലൂർ സ്വദേശി ഗ്ലാഡ്വിൻ, കൊരട്ടെ സ്വദേശി സാൽമൺ എന്നിവരാണ് നേപ്പാളിലുള്ളത്. 3 സുരക്ഷിതരാണെന്ന് ആൽബിൻ തോമസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് മിന്നൽ പ്രളയമുണ്ടായത്. തിബറ്റൻ ഭാഗത്തുനിന്ന് വലിയ തോതിൽ വെള്ളം എത്തിയതിനെ തുടർന്ന് ഭൂട്ടേഗുസിയിലും തുടർന്ന് തൃശൂലി നദിയിലും ജലനിരപ്പ് പെട്ടെന്നുയർന്നു. റസുവ, നുവാക്കോട്ട്, ധാത്തിങ്, ചിത്വാൻ തുടങ്ങിയ പ്രദേശങ്ങൾക്ക് നേപ്പാൾ അധികൃതർ ഉയർന്ന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂലി നദി പിന്നീട് നാരായണി നദീതടത്തിലേക്ക് ചേരുന്നതിനാൽ താഴേക്കുള്ള ജലപ്രവാഹം വർദ്ധിച്ചാൽ ഇന്ത്യയിലെ ബീഹാർ ഉൾപ്പെടെയുള്ള ഗംഗാ നദീതട പ്രദേശങ്ങളിലും ജലനിരപ്പിനെ ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഈ വെള്ളപ്പൊക്കത്തിന്റെ നേരിട്ടുള്ള ആഘാതം ഇന്ത്യയിൽ എത്തിയതായി നിലവിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ബീഹാർ ഇതിനോടകം തന്നെ ഗംഗ ഉൾപ്പെടെയുള്ള നദികളിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നതിനാൽ അധികൃതർ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. പുലിക്കളിയോടനുബന്ധിച്ചുള്ള ചമയ പ്രദർശനം ആരംഭിച്ചു. 9 ദേശങ്ങളിൽ ആരംഭിച്ച ചമയ പ്രദർശനം അതത് പുലിമടകളിലാണ് നടക്കുന്നത്. ചമയ പ്രദർശനം വെള്ളിയാഴ്ച വൈകിട്ട് വരെ തുടരും. പുലിമുഖങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയ പുലിച്ചമയങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അയ്യന്തോൾ ദേശത്തിന്റെ പുലിക്കളി ചമയ പ്രദർശനം സംഘാടക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബ്സൺ പോൾ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സുനിൽ ഘോഷ്, ട്രഷറർ KL ബിജു, കോർഡിനേറ്റർ NR ഡേവിസ്, വൈസ് പ്രസിഡന്റ് K അപ്പു, മീഡിയ കോർഡിനേറ്റർ കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അയ്യന്തോൾ ദേശത്തിന്റെ പുലിക്കളി സംഘത്തെ ഇത്തവണ പെൺപുലി നയിക്കും. നാലോട നാളിൽ തൃശൂരിൽ അരങ്ങേറുന്ന പുലിക്കളിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പുലിക്കളി സംഘങ്ങൾക്കുള്ള തൃശൂർ കോർപ്പറേഷന്റെ ധനസഹായം 3,50,000 രൂപയെ വർദ്ധിപ്പിച്ചതായും മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 4-ന് ബിനി ജംഗ്ഷനിൽ മന്ത്രി OJ ജനീഷ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സര രംഗത്തുള്ളത്. തൂഫാൻ നിശ്ചല ദൃശ്യം, ലൈറ്റ്, പുരാണ ടേബ്ലോ, പുലി, ചെണ്ട, പുലിവണ്ടി, സമകാലിക ടേബ്ലോ എന്നിവയും ഉണ്ടാകും. തൃശൂർ കോർപ്പറേഷൻ ആദ്യമായി പുലിച്ചമയ മത്സരത്തിനും സമ്മാനം ഏർപ്പെടുത്തി. പുലിച്ചമയത്തിന് 1-ാം സമ്മാനം 10,000 രൂപയും ട്രോഫിയും, 2-ാം സമ്മാനം 7,500 രൂപയും ട്രോഫിയും, 3-ാം സമ്മാനം 5,000 രൂപയും ട്രോഫിയും സമ്മാനിക്കും. ഏറ്റവും നല്ല പുലിക്കളി സംഘത്തിനുള്ള 1-ാം സമ്മാനം 70,000 രൂപയും ട്രോഫിയും, 2-ാം സമ്മാനം 60,000 രൂപയും ട്രോഫിയും, 3-ാം സമ്മാനം 50,000 രൂപയും ട്രോഫിയും സമ്മാനിക്കും. ഏറ്റവും നല്ല പുരാണ നിശ്ചല ദൃശ്യത്തിനുള്ള 1-ാം സമ്മാനം 55,000 രൂപയും ട്രോഫിയും, സമകാലിക നിശ്ചല ദൃശ്യത്തിനുള്ള 1-ാം സമ്മാനം 50,000 രൂപയും ട്രോഫിയും സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, പുലിക്കളി കൺവീനർ TR സന്തോഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മേഫി ഡെൽസൺ, ജേക്കബ് പുൽക്കോട്ടിൽ, കൌൺസിലർ ഹരീഷ് മോഹനൻ എന്നിവരും പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.
തൃശൂർ നായകനാൽ ഫ്രണ്ട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടോണ നിരത്തിൽ സംഘടിപ്പിച്ച ദേശീയ കുമ്മാട്ടി ഘോഷയാത്ര വർണ്ണാഭവും ആവേശകരവുമായി. വിവേകോദയം സ്കൂളിൽ നിന്നും ആരംഭിച്ച കുമ്മാട്ടി ഘോഷയാത്ര രാജൻ ജയപ്പല്ലൻ MLA ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. നായകനാൽ ഫ്രണ്ട്സ് ക്ലബ് രക്ഷാധികാരി TR ഹരിഹരൻ, ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, ബ്രാഹ്മണസഭ ജില്ലാ സെക്രട്ടറി D. മൂർത്തി, K. വിജയരാഘവൻ, ക്ലബ് പ്രസിഡന്റ് TH രാമചന്ദ്രൻ, സെക്രട്ടറി CR രാമദാസ്, ട്രഷറർ അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കുമ്മാട്ടിക്ക് മുഖം വയ്ക്കൽ ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് നിർവഹിച്ചു. ബാൻഡ് വാദ്യം, നാസിക് ഡോൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി. അയ്യന്തോൾ പുതൂർക്കര ദേശീയ കുമ്മാട്ടി മഹോത്സവം വർണ്ണാഭമായി. പുതൂർക്കര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കുമ്മാട്ടി ഘോഷയാത്രയ്ക്ക് നാഗസ്വരം, ബാൻഡ് സെറ്റ് എന്നിവ അകമ്പടിയായി. അഘോരി നൃത്തം, കരകാട്ടം എന്നിവ കുമ്മാട്ടികളിയോടൊപ്പം ഘോഷയാത്രയിൽ അണിനിരന്നു. പുതുക്കാട് ഗവൺമെന്റ് സ്കൂളിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. പുതുക്കാട് പാഴായി സ്വദേശി ചെമ്മണ്ടപ്പറമ്പിൽ നന്ദേശിന്റെ കാറാണ് കത്തിനശിച്ചത്. ചെങ്ങാലൂരിലെ സ്കൂളിൽ നിന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം കഴിഞ്ഞ് മടങ്ങിയ നന്ദേശ് കാറിന്റെ മുൻവശത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട് ഡോർ തുറന്ന് ചാടിയിറങ്ങിയത് മൂലം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാർ റോഡരികിലെ കാനയിലേക്ക് ചെരിഞ്ഞതോടെ തീ ആളിപ്പടരുകയായിരുന്നു. പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പുതുക്കാട് ഫയർഫോഴ്സ് തീ അണച്ചു. മുല്ലശ്ശേരിയിൽ വീടിന് തീപിടിച്ചു. മുല്ലശ്ശേരി ചിരിയങ്കണ്ടത്ത് റോബിന്റെ വീട്ടിലെ അടുക്കളയിലാണ് തീപിടുത്തമുണ്ടായത്. തീ പടർന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികൾ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. സംഭവ സമയത്ത് വീട്ടുകാർ സ്ഥലത്തുണ്ടായിരുന്നില്ല. അടുക്കളയിലുണ്ടായിരുന്ന ഫ്രിഡ്ജ്, മിക്സി തുടങ്ങിയ വീട്ടുപകരണങ്ങളും മറ്റും സാമഗ്രികളും കത്തിനശിച്ചു. ഏകദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഗുരുവായൂർ നഗരത്തിലെ സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ടുകളുടെ പ്രവർത്തനം സംബന്ധിച്ച പരാതിയുമായി മുൻ നഗരസഭാ കൌൺസിലർ KK സുമേഷ് കുമാർ. നഗരസഭ നിശ്ചയിച്ച ലൈസൻസ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ചില സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ പ്രവർത്തിക്കുന്നതെന്നാണ് സുമേഷ് കുമാറിന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറെ നടയിലെ ഗോകുലം ഗ്രൂപ്പിന് കീഴിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിനെതിരെ ടെമ്പിൾ പോലീസിലും നഗരസഭയിലും പരാതി നൽകിയതായി അദ്ദേഹം പറഞ്ഞു. പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട നികുതി സംവിധാനങ്ങളിലും ക്രമക്കേടുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഇക്കാര്യത്തിൽ ഭീമമായ GST വെട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന സംശയം അന്വേഷിക്കണമെന്നും സുമേഷ് കുമാർ ആവശ്യപ്പെട്ടു. പരാതി ഉന്നയിക്കുന്നവരെ ഗുണ്ടകളെ ഉപയോഗിച്ച് നേരിടുന്ന സാഹചര്യമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. വിഷയത്തിൽ കോടതിയെയും സമീപിക്കുമെന്ന് സുമേഷ് കുമാർ വ്യക്തമാക്കി. പിടിച്ചുപറി എന്നോണമാണ് ഇവിടുത്തെ പ്രൈവറ്റ് പാർക്കിംഗ് സംവിധാനങ്ങൾ നടന്നു പോകുന്നത്. ഇത് തീർത്തും കുറ്റകരമാണ്. ഭരണ സംവിധാനങ്ങള് ഇതിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കണം. എനിക്ക് കിട്ടിയ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തില് ഗുരുവായൂർ ജയശ്രീ തിയേറ്ററിന് മുൻവശത്തായിട്ടുള്ള ഒരു പാർക്കിങ്ങില് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കണ്ടെത്താൻ ഇടയായി. തുടർന്ന് ബന്ധപ്പെട്ട അധികാരികൾ അത് പരിശോധിച്ചപ്പോൾ യാതൊരു രേഖയും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് ഇത്തരം പാർക്കിങ്ങുകൾക്കെതിരെ ശക്തമായ നടപടി എടുക്കണം. അതേസമയം ആരോപണങ്ങൾ ഗോകുലം ഗ്രൂപ്പ് നിഷേധിച്ചു. നഗരസഭയുടെ റവന്യൂ വിഭാഗത്തിൽ ആവശ്യമായ തുക അടച്ചാണ് പാർക്കിംഗ് ഗ്രൗണ്ട് പ്രവർത്തിക്കുന്നതെന്നും ആരോഗ്യ വിഭാഗത്തിന്റെ ലൈസൻസിനായി അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ഗ്രൂപ്പ് വക്താക്കൾ അറിയിച്ചു. സുമേഷ് കുമാറിന്റെ പരാതി അടിസ്ഥാനരഹിതമാണെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ റവന്യൂ വിഭാഗത്തിൽ പണം അടയ്ക്കുന്നത് മാത്രം പാർക്കിംഗ് ഗ്രൗണ്ട് നടത്തുന്നതിനുള്ള സമ്പൂർണ്ണ ലൈസൻസായി കണക്കാക്കാനാകില്ലെന്നാണ് നഗരസഭാ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. പാർക്കിംഗ് ഗ്രൗണ്ട് പ്രവർത്തിപ്പിക്കുന്നതിന് ആരോഗ്യ വിഭാഗത്തിന്റെ ലൈസൻസ് ഉൾപ്പെടെയുള്ള ആവശ്യമായ അനുമതികൾ ഉണ്ടായിരിക്കണം. ശുചിമുറി, മാലിന്യ സംസ്കരണ സംവിധാനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളും പാലിച്ചിരിക്കണമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. TCV ന്യൂസ്, ഗുരുവായൂർ.
കണ്ടശങ്കടവ് ജലോത്സവം ആവേശമായി 2 ചുണ്ടൻ വള്ളങ്ങൾക്കൊപ്പം 19 വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മന്ത്രി ഒ ജെ ജനീഷ് ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. മത്സരങ്ങൾക്ക് മുന്നോടിയായി നടന്ന വർണ്ണാഭമായ ജലഘോഷയാത്ര മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. സി രവീന്ദ്രനാഥ് MLA അധ്യക്ഷനായി. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദിമുദ്ദീൻ, സംഘാടക സമിതി ചെയർപേഴ്സൺ സിജി മോഹൻദാസ്, VN സുർജിത്ത്, ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നൂറുകണക്കിന് ആളുകളാണ് ജലോത്സവം കാണാൻ കണ്ടശങ്കടവിൽ എത്തിയത്. ഒരൽപ്പം മുമ്പിലേക്ക് തട്ടകത്തമ്മ അങ്ങനെ ലീഡ് വെച്ച് പോകുന്നുണ്ടെങ്കിലും സർവശക്തിയും ഉപയോഗിച്ച് നമ്മുടെ മലപ്പുറാതിർത്ത് ഒപ്പം പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്തായാലും ഒരൽപ്പം പുറകിലേക്ക് ഞങ്ങൾ ഒരു മിന്നും പ്രകടനം കാഴ്ചവെക്കുവാൻ ശ്രീമുരുകൻ നവജ്യോതി ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ കടന്നു വരുമ്പോൾ ആദ്യപാദ മത്സരം ഇതാ നമുക്ക് മുൻപിലൂടെ മനോഹരമായി നല്ല ഒരു ദൃശ്യാവിഷ്കാരം സമ്മാനിച്ചു. ഇനിയൊരു ഇടവേള. ഓണം സന്തോഷം പങ്കിടുന്ന നിമിഷങ്ങളുടെ ആഘോഷം. ആ നിമിഷങ്ങൾക്ക് സ്വർണത്തിന്റെ പുതിയ കയ്യൊപ്പ്. ഒമേഗ, the signature of gold. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. PL World of Comfort. മെത്തകൾ, സോഫകൾ, സോഫ കം ബെഡുകൾ, പില്ലോകൾ കൂടാതെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസുകളുടെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. മെഗാ ഓണം ഓഫർ. ഒരു സോഫ കം ബെഡ് അല്ലെങ്കിൽ ഒരു റിക്ലൈനർ ഫ്രീ ആയി സ്വന്തമാക്കാം. ഇനി എന്തിനു കാത്തിരിക്കണം? ഇന്ന് തന്നെ സന്ദർശിക്കൂ PL World of Comfort, ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ, തൃശൂർ. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ. ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-123-0625. പ്രമേഹം മൂലം കാലിലെ മുറിവ് പഴുത്ത് ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Kalpaka Weddings, where traditions become timeless. Kundankulam. Wishing you all a happy Onam by Kalpaka Weddings. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ.
തിരികെ വാർത്തകളിലേക്ക്. മാള അഷ്ടമിച്ചിറയിൽ നീതി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് 36 ദിവസം പ്രായമായ കുഞ്ഞ് ഗുരുതരാവസ്ഥയിലായെന്ന പരാതിയിൽ മാള പോലീസ് കേസെടുത്തു. കുന്നത്തുകാട് മാനത്ത് വീട്ടിൽ മനുവിന്റെ ഭാര്യ ആദ്രിക നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ആളൂരിൽ പ്രവർത്തിക്കുന്ന മാള ബ്ലോക്ക് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള അഷ്ടമിച്ചിറയിലെ നീതി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് 21-ാം തീയതി വൈകിട്ടാണ് മരുന്ന് വാങ്ങിയത്. പനിയുണ്ടായിരുന്ന കുഞ്ഞിനെ ഡോക്ടറെ കാണിച്ചപ്പോൾ എഴുതി തന്ന പ്രോബയോട്ടിക്കിന് പകരം മുതിർന്നവർ നെബുലൈസർ വഴി ഉപയോഗിക്കുന്ന മരുന്നാണ് നൽകിയതെന്നാണ് പരാതി. പ്രതിയെ പിടികൂടാനെത്തിയ കുന്നംകുളം പോലീസ് സംഘത്തിന് നേരെ ആക്രമണം. 2 പോലീസുകാർക്ക് പരിക്കേറ്റു. ചീരംകുളം പാടത്തിന് സമീപം പ്രതിയും സംഘവും ഇരിക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. വധശ്രമം അടക്കം നിരവധി കേസുകളിൽ പ്രതിയായ ഗുരുവായൂർ സ്വദേശി അദീപിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പ്രതിയും സംഘവും പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സിപിഒമാരായ രതീഷ്, ദേവനാരായണൻ എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. കഴുത്തിന് പരിക്കേറ്റ സിപിഒ രതീഷ് ആശുപത്രിയിൽ ചികിത്സ തേടി. കുന്നംകുളത്ത് ഫാമിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടം വരുത്തി 2 പോത്തുകുട്ടികളെ മോഷ്ടിച്ചതായി പരാതി. കുന്നംകുളം കക്കാട് സ്വദേശി ദിൽപക്കിന്റെ ചീരംകുളം അമ്പലത്തിന് പുറകിൽ സ്ഥിതി ചെയ്യുന്ന ഫാമിലാണ് സംഭവം നടന്നത്. ഫാമിലുണ്ടായിരുന്ന ഫെൻസുകൾ, ഷീറ്റുകൾ, മറ്റു ഉപകരണങ്ങൾ എന്നിവ ഇവർ തല്ലിപ്പൊളിക്കുകയും കനത്ത നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ദിൽപക് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. മാള പഞ്ചായത്ത് ഓഫീസിൽ സെക്രട്ടറിയില്ല. 4 മാസത്തിനുള്ളിൽ 4 ഉത്തരവുകൾ ഇറങ്ങിയിട്ടും സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരും ഇതുവരെ എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇറക്കിയ തദ്ദേശ വകുപ്പിന്റെ സ്ഥലംമാറ്റത്തിന്റെയും സ്ഥാനക്കയറ്റത്തിന്റെയും പട്ടികയിൽ മാളയെ ഒഴിവാക്കിയിരിക്കുകയാണ്. 4 മാസം മുമ്പ് സ്ഥലം മാറിയെത്തുന്ന സെക്രട്ടറിമാർ വേഗത്തിൽ മാറ്റം ചോദിച്ചു വാങ്ങിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു. മാള പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നത് മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്നതെന്നാണ് ജീവനക്കാരുടെ അഭിപ്രായം. ഇപ്പോൾ 4 മാസമായി സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. 2 ജോലികളും ഒരാൾ നിർവഹിക്കേണ്ട അവസ്ഥയിലാണ്. ഫയലുകൾ തീർപ്പാക്കുന്നതിന് കാലതാമസം നേരിടുമ്പോൾ ഗുണഭോക്താക്കൾ പഞ്ചായത്ത് ഓഫീസിലെത്തി വഴക്കുണ്ടാക്കുന്നതും പതിവാണ്. പഞ്ചായത്ത് വാദിയും എതിർകക്ഷിയുമായ നിരവധി കേസുകളാണ് വർഷങ്ങളായി നിലവിലുള്ളത്. തർക്കങ്ങളും വിവാദങ്ങളും തുടർച്ചയായി ഉണ്ടാകുന്നത് ജീവനക്കാരെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇക്കാര്യം അറിയാവുന്ന മാളയിലും പ്രദേശങ്ങളിലും താമസിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറി സ്ഥാനത്തുള്ളവർ പോലും ദൂരെ ജോലി ചെയ്താലും മാളയിലേക്ക് വരാൻ തയ്യാറാകുന്നില്ലെന്നാണ് ജീവനക്കാർക്കിടയിലുള്ള സംസാരം. മാളയിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അഭാവം ഫയലുകളുടെ നീക്കത്തെ ബാധിക്കാതിരിക്കാനും തീർപ്പാക്കാനും മറ്റു ജീവനക്കാർ അധിക ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ്. ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയാലും പഞ്ചായത്തിലെ ജോലി ചെയ്യേണ്ടി വരുന്നത് കൂടുതൽ മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു. TCV ന്യൂസ്, മാള. കൊടുങ്ങല്ലൂരിൽ ആക്രിക്കടയിൽ മോഷണം നടത്തിയയാൾ അറസ്റ്റിൽ. കരുനാഗപ്പള്ളി തൊടിയൂർ പുത്തൻവീട്ടിൽ സുനിലിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് സ്വദേശി കാളിമുത്തുവിന്റെ ആക്രിക്കടയിൽ നിന്നും 8 കിലോ തൂക്കം വരുന്ന പഴയ ചെമ്പുവയറുകൾ, 6 കിലോ തൂക്കം വരുന്ന പഴയ പിച്ചള ടാപ്പുകൾ എന്നിവയാണ് മോഷ്ടിച്ചത്. SIമാരായ അതുൽ മോഹൻ, അറാഫത്ത്, അജയ്, ഗ്രേഡ് ASI സിബി, CPO ഷെരീഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. KPMS കൊടകര യൂണിയന്റെ നേതൃത്വത്തിൽ 164ാമത് മഹാത്മാ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു. കൊടകര സെന്ററിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK സുബ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് PS സതീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KS വിമൽ, ജില്ലാ സെക്രട്ടറി CV ബാബു, യൂണിയൻ സെക്രട്ടറി KU രദീപ്, ഖജാൻജി MA ഗിരി, AK സാജു, TK ഷാജു, KV ജനാർദ്ദനൻ, TK വേലായുധൻ എന്നിവർ സംസാരിച്ചു. ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കൊടകര സെന്ററിൽ പായസ വിതരണവും നടത്തി. തമിഴ് ബ്രാഹ്മണർ ആവണിയോട്ടം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തൃശൂർ പഴയ നടക്കാവ് നടുവിൽ മഠത്തിൽ നടന്ന ചടങ്ങിൽ സുരേഷ് വാദ്യാരുടെ നേതൃത്വത്തിൽ ഉപവീത ധാരണം, ഋഷി തർപ്പണം, ഹോമം, വേദാരംഭം എന്നീ പരിപാടികളോടെയാണ് ആവണിയോട്ടം ആഘോഷിച്ചത്. ചടങ്ങുകൾക്ക് സമൂഹം പ്രസിഡന്റ് S ശിവരാമകൃഷ്ണൻ, ട്രഷറർ S കൃഷ്ണമൂർത്തി, രാജേഷ്, മുരുകൻ, മഹേഷ് നെല്ലുവായി, രാമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാറമേക്കാവ് ദേവസ്വത്തിന്റെ സ്വപ്ന പദ്ധതിയായ പാറമേക്കാവ് കൺവെൻഷൻ സെന്റർ വെള്ളിയാഴ്ച രാവിലെ 9:30 കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യുമെന്ന് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ സമീപത്ത് വർഷങ്ങളായി നിലനിന്നിരുന്ന പുഷ്പാഞ്ജലി, രോഹിണി എന്നീ മണ്ഡപങ്ങൾ നിലനിന്നിരുന്ന സ്ഥലത്താണ് 50 കോടി രൂപയോളം ചെലവഴിച്ച് 1 ലക്ഷത്തിലേറെ ചതുരശ്ര അടി വിസ്തീർണത്തിൽ അത്യാധുനിക രീതിയിലുള്ള പുതിയ 2 മണ്ഡപങ്ങൾ നിർമ്മാണം പൂർത്തിയാക്കി സമർപ്പിക്കുന്നതെന്ന് പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1200-ഉം 600-ഉം ഇരിപ്പിടങ്ങളോട് കൂടിയ വിസ്തൃതമായ 2 ഹാളുകളും ദൃശ്യവേദികളോടെയാണ് ഒരുക്കിയിട്ടുള്ളത്. മെക്കാനിക്കൽ പാർക്കിംഗ് ഉൾപ്പെടെ ഏകദേശം 420 കാറുകൾക്കും 600ഓളം ഇരുചക്ര വാഹനങ്ങൾക്കുമുള്ള പാർക്കിംഗ് സൗകര്യവും കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ വിശാലമായ കവാടങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്നേഹവിരുന്ന്, വൈകിട്ട് ഭജൻ സന്ധ്യ എന്നിവ ഒരുക്കിയിട്ടുണ്ട്.
ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. മറ്റത്തൂർ കോടശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വെള്ളിക്കുളങ്ങര മോനോടി കമലക്കട്ടി റൂട്ട് തകർന്നു. കടമ്പോട്, മോനോടി, മാങ്കുറ്റിപ്പാടം പ്രദേശങ്ങളിൽ നിന്നുള്ളവർ ചാലക്കുടി, കുറ്റിച്ചിറ, ചായ്പാൻകുഴി പ്രദേശങ്ങളിലേക്ക് എത്താൻ ആശ്രയിക്കുന്ന എളുപ്പവഴിയാണ് റോഡ്. ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്ന റോഡിൽ വെള്ളിക്കുളങ്ങര മോനോടി ട്രാംവേ ഭാഗത്ത് കുഴികൾ നിറഞ്ഞിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ റോഡിലെ കുഴികൾ കാണാൻ കഴിയാത്തതിനാൽ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. വെള്ളിക്കുളങ്ങര കോർമല റോഡിൽ മലയോര ഹൈവേയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ചട്ടികുളം, കുറ്റിച്ചിറ, മാരാങ്കോട് പ്രദേശങ്ങളിലുള്ളവർ വെള്ളിക്കുളങ്ങര, കോടാലി, കൊടകര എന്നിവിടങ്ങളിലേക്ക് എത്താനും മറ്റത്തൂർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ളവർ കുറ്റിച്ചിറ, ചാലക്കുടി എന്നിവിടങ്ങളിലേക്ക് പോകാനും കമലക്കട്ടി റോഡിനെയാണ് ആശ്രയിച്ചു പോരുന്നത്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് പലതവണ പരാതികളും പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് കുഴികൾ അടയ്ക്കുകയും റോഡിന്റെ ഇടിഞ്ഞ ഭാഗങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്ത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കൊടകര. തൃശൂർ നഗരത്തിൽ വെള്ളിയാഴ്ച പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ചതയ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ ഘോഷയാത്ര നടക്കുന്നതിനാലാണ് നഗരത്തിൽ ഉച്ചതിരിഞ്ഞ് 3 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വാണിജ്യം. തലശ്ശേരിയുടെ നാടൻ തനിമ സാംസ്കാരിക നഗരിയായ തൃശൂരിന് സമ്മാനിച്ച് ചൂട് ചായയും നാടൻ രുചികളുമായി കാലിക്കറ്റ് പാരഡൈസ് റെസ്റ്റോറന്റിന്റെ പുതിയ തനി നാടൻ തട്ടുകട ഭക്ഷണപ്രിയരുടെ ഇഷ്ടസങ്കേതമായി മാറുന്നു. ഒരു വർഷം മുൻപ് സാംസ്കാരിക നഗരിയായ തൃശൂരിൽ വടക്കേ മലബാറിന്റെ രുചിവൈവിധ്യങ്ങളുമായി വെളിയന്നൂർ ജംഗ്ഷനിൽ പ്രവർത്തനമാരംഭിച്ച ഹോട്ടൽ കാലിക്കറ്റ് പാരഡൈസിന്റെ അങ്കണത്തിൽ തുടക്കം കുറിച്ച വഴിയോര ചായപീടികയാണ് തൃശൂർ നിവാസികളുടെ മാത്രമല്ല വഴിയാത്രക്കാരുടെ എല്ലാം ഇഷ്ട ഇടമായി മാറിയത്. രാത്രി ഉണർന്നിരിക്കുമ്പോൾ തലശ്ശേരിയുടെ നാടൻ രുചിയും ഉണർന്നിരിക്കട്ടെ എന്ന ആശയവുമായി രാത്രിയുടെ നിശബ്ദതയിലും ചൂടൻ ചായയുടെ സുഗന്ധവും തലശ്ശേരി നാടൻ പലഹാരങ്ങളുടെ രുചിയും ഒന്നിക്കുന്ന ചായപ്പീടികയിൽ ചട്ടിപ്പത്തിരി, ഉന്നക്കായ, കൽത്തപ്പം, കോഴിയട, ഇറച്ചിപ്പത്തിരി, അറേബ്യൻ തവ റോൾ, ടിക്ക റോൾ, പയ്യോളി ചിക്കൻ റോൾ, നെയ്യപ്പം, കല്ലുമക്കായ, പോക്കറ്റ് ഷവർമ, ചിക്കൻ കൽമാസ്, പഴം നിറച്ചത്, ഗ്രീൻ പീസ് വട, പഴം കൊള്ളി, മസാല എഗ്, കാടമുട്ട മസാല, ആളുകൾ ചോദിച്ചെത്തുന്ന കാലിക്കറ്റ് പാരഡൈസിന്റെ സ്പെഷ്യൽ വിഭവമായ ചിക്കൻ അറേബ്യൻ സമൂസ തുടങ്ങിയവയെല്ലാം ഇനി നിങ്ങൾക്കും തൃശൂരിലെ കാലിക്കറ്റ് പാരഡൈസ് ചായപ്പീടികയിൽ നിന്നും രുചിക്കാം. നിങ്ങൾ രാത്രി യാത്രയിലാണോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം ഒരു ചായയ്ക്ക് ഇറങ്ങിയതാണോ, അതുമല്ലെങ്കിൽ തലശ്ശേരിയുടെ യഥാർത്ഥ രുചി